നമ്മുടെ നാട്ടിൽ ഏറ്റവും സ്ഥാനമുള്ള ആൾക്കാരാണ് ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, തങ്ങന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തങ്ങന്മാർക്ക് മുഴുവനും കരുത്ത് കൊടുക്കട്ടെ. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരാണ് അവർ. കാരണം ഹബീബായ റസൂലുള്ളാഹിയുടെ ആ ഒരു മക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി, നമുക്ക് മതി. അവരെ എത്രയോ പണ്ഡിതന്മാരിന് ചെറിയ തങ്ങന്മാർ കണ്ടവരെ, കുട്ടികൾ കണ്ടവരെ എണീറ്റിക്കുന്ന ആൾക്കാർ. കാരണം അതാണ് നമ്മളെ മാർഗം. റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്ക് അൽ മവദ്ദത്തു ബിൽ ഖുർബ, പകരം ചോദിച്ചത് എൻ്റെ കുടുംബത്തിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം എന്നാണ്. അപ്പൊ അത് ഇസ്ലാമിന് വലിയൊരു മഹത്വമുള്ളതാണ്. പക്ഷേ എന്താണ് അഹ്ലു ബൈത്തിന്റെ ഡ്യൂട്ടി? അത് അവർ നിർവഹിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഡബിൾ ശിക്ഷയാണ്. ഖുർആനും സുന്നത്തും അഹ്ലു ബൈത്തും ഞെട്ടിച്ചു പോകുന്ന പറഞ്ഞത്. എന്താ ഖുർആനില്? അള്ളാഹിന്റെ വചനം, അതിന്റെ വിശദീകരണമാണ് ഹദീസ്, നബി വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്ത്. പിന്നെ ഈ അഹ്ലു ബൈത്തിന് ഇട്ടച്ചു പോകുന്ന എന്താ? അവരെ തന്ത ഏൽപ്പിച്ചിരിക്കുന്നത് എല്ലാത്തൊന്ന്. അത് അവരാണ് തങ്ങന്മാര്, അവർ നമുക്ക് തരണം. നമുക്ക് നേതൃത്വം നൽകേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദന്മാരാണ്. ഓർക്ക് ഒരു ഖറാഅത്ത് പോലും ഒന്നും വരാൻ പാടില്ല. കാരണം അവരാരാണ്? ഹബീബായ റസൂലുള്ളാഹിയുടെ ചോരേന കുടുംബാണ്. അവര് നേതൃത്വം കൊടുക്കുമ്പോ അത്രയും പരിശുദ്ധമായി ജീവിക്കണം അവര്. തങ്ങന്മാർക്ക് താടിയൊക്കെ ഉണ്ടാകുന്ന ഓടിയില്ല. തങ്ങന്മാർ താടി തൊടാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, ആർക്കും പഠിക്കാൻ പാടില്ല. തങ്ങന്മാർ നേതൃത്വം കൊടുക്കില്ലേ? ഇസ്ലാമിന്റെ അപ്പടി ഒരു അറഫ് പോലും അവർക്ക് വെക്കാൻ പാടില്ല. അപ്പൊ തങ്ങളെല്ലാം വിഷയാക്കണ്ട, അങ്ങനെ ഇസ്ലാമില്ല. ദീന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച അതോടെ തങ്ങൾക്കില്ല. തങ്ങളാണ് തെറ്റ് ചെയ്താൽ തെറ്റന്നെ, അതിന് ശിക്ഷിക്കപ്പെടും, അങ്ങനെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തങ്ങളല്ലേ, അപ്പൊ വലിയ വാപ്പാന്റെ മോനല്ലേ, അറിയപ്പെട്ട വാപ്പാന്റെ മോനാണ്. പിന്നെ ഇതിനവിടെ ശേഖ് തങ്ങന്മാർക്ക് പോരാ. തങ്ങളും തങ്ങളായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തണമെങ്കിൽ ശേഖ് വേണം. കാരണം മനുഷ്യന് തടിയുണ്ട്, റൂഹുണ്ട്. അപ്പൊ തടിന്റെ തങ്ങന്മാരും റൂഹിന്റെ തങ്ങന്മാരും രണ്ടും രണ്ടെന്നെയാണ്.